നമ്മള് എന്തിനാ പോന്നെന്ന് പറഞ്ഞോടാ? കണിക്കൊന്ന കണിക്കൊന്ന അമ്പാടി കേറണ്ട, അച്ഛൻ വഴക്ക് പറയുന്നത്. എന്നാ നമുക്ക് കണ്ടിട്ട് പോവാം. ഇത് പക്ഷെ എത്തും തോന്നുന്നു കേട്ടോ. ഇതാണ് നമ്മൾ എത്തിയിട്ടുണ്ട് കണിക്കൊന്ന. കണ്ടോ കുറേ പൂക്കൾ നിൽക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ ആകുമ്പോൾ നമുക്ക് പറിക്കാം. ഇത് പറ്റുമെന്ന് തോന്നത്തില്ലേ, പൂക്കൾ പൊട്ടിക്കാൻ പാടായിരിക്കും. കുറച്ച് മണ്ടയ്ക്കോട്ടാ. വെട്ടിപ്പറിച്ചിട്ട് പോയിട്ട് വന്നു. ഇതിവിടെ ഞാൻ പറിക്കാം. കണിക്കൊന്ന കാണിച്ചോടാ, അറിയാം. അവിടെ എടാ ഫോൺ ഓർക്കുന്നത് എടാ, ഞങ്ങൾ വീഡിയോ പിന്നെ ഹലോ ഗായ്സ്, നമ്മളങ്ങനെ പറിച്ചിരിക്കുന്നു. നമുക്ക് കുറച്ച് കണിക്കൊന്നേ കിട്ടിയിട്ടുള്ളൂ. സ്വന്തം വീട്ടുകാരൊന്നും അവിടെന്നാണ് നമ്മൾ ഇത്രയും പറിച്ചെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ വീടിന്റെ മണ്ടയ്ക്ക് നെല്ലിയൊന്നും അമ്പാടി ചെറിയ പാലയിൽ ഒരു കണിക്കൊന്ന പറിക്കില്ല ഭാരത. ഒരു വിഷുക്കണി വീണതിന് പ്രശ്നമാണ്. വെട്ടിയത്തി എടുക്ക ഒരാൾ ഓടി ഓടി. എന്നാ ഇറങ്ങി വരൂ. വഴിയെ പോയൊരു ചേട്ടൻ ഞങ്ങൾ കണിക്കൊന്ന പറിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കാനായിട്ട് വന്നിരിക്കുന്നു. മാറിയെന്നോ കുഞ്ഞെ. മോനെ ഇങ്ങ് മാറിക്കോ, അവ ഇങ്ങ് ഇറങ്ങട്ടെ ചേട്ടാ. വേറെ ഏതോ മക്കളെ ആ വശത്തു നിന്ന് പറിച്ച് ഇത്തിരി കൂടെ അമ്മയ്ക്കൂടെ കൊടുക്കാം. കൊടു അതെ, ആ ചേട്ടൻ വളരെ കഷ്ടപ്പെട്ട്. ഹലോ ഗായ്സ്, നമുക്ക് ഇത്ര കണിക്കൊന്ന കിട്ടിയിരിക്കുന്നു. രണ്ടെണ്ണം കിട്ടി. അപ്പൊ നമുക്ക് ഇത് നോക്ക്, നമ്മൾ വിചാരിച്ചില്ല, കുറച്ച് അത്യാവശ്യം ഒരു 2-3 കമ്പി കൊണ്ട് പോകാനൊക്കെ വിചാരിച്ചാണ്. ബട്ട് ഫോർച്ചുനേറ്റ്ലി. ഹലോ ഗായ്സ്, അങ്ങനെ പൊന്നു ചേച്ചി ഭാഗ്യ ചേച്ചി ഇതാണ് നമുക്ക് കണിക്കൊന്ന തന്ന മരം. അടുത്ത കൊല്ലവും നമുക്ക് ഇവിടുന്ന് കണിക്കൊന്ന എടുക്കാനുള്ളതാണ്. നമ്മൾ ആ ഒരു ശിഖരം വെട്ടിപ്പറിച്ചിട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ കണിക്കൊന്ന. കണിക്കൊന്നയൊക്കെ അപ്പോൾ ഹാപ്പി വിഷു. ബൈ ബൈ, ഗുഡ് നൈറ്റ്.